വെൽക്കം ടു CSEB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അമെൻമെൻറ്റിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ ഇതിന് മുമ്പേ അമെൻമെൻറ്റിൻ്റെ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പ്ലേലിസ്റ്റിൽ പോയിട്ട് ചെക്ക് ചെയ്യുക, എന്നിട്ട് കാണുക കേട്ടോ. അതിൻ്റെ തുടർച്ചയായ ക്ലാസ്സാണിത്. കുറച്ച് പോയിൻറ്റുകൾ നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ നിർത്തിയിരുന്നു. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ പുതിയ ഭാഗമാണ് കേട്ടോ എടുക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഭാഗത്ത് നിർത്തിയിരുന്നത് ഏത് ഭാഗമായി ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ ട്രാൻസ്ഫറിങ് ഫണ്ട്സ് ആ ഭാഗമാണ് കേട്ടോ. ലാസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നത് സെക്ഷൻ 14 ബന്ധപ്പെട്ട അമെൻമെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇനി നമ്മൾ എടുക്കാൻ പോകുന്നത് 14B ബന്ധപ്പെട്ട അമെൻമെൻ്റാണ്. 14B എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്? 14B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പാണ് കേട്ടോ. പാർട്ട്ണർഷിപ്പാണ് 14B എന്ന് പറഞ്ഞാൽ പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അപ്പോൾ അതിന് മുമ്പ് ഡിസ്കസ് ചെയ്തത് 14A 14AA ഒക്കെയാണ് കേട്ടോ. അതായത് 14A പ്രൊമോഷൻ ഓഫ് സബ്സിഡിയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇല്ലേ, അതുമായി ബന്ധപ്പെട്ട പ്രൊവിഷൻസാണ് ലാസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് 14B എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ്. പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ ചെറിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് 14B കേട്ടോ. 14B പറയണത് ഡീറ്റെയിൽഡ് 14B 1A എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട്. 1ഉം 2ഉം ആണ് ഉണ്ടായിരുന്നത്. അതിൽ 1A എന്ന് പറഞ്ഞിട്ടൊരു ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് സച്ച് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ദ സൊസൈറ്റീസ് കൺസേൺഡ് ആൻഡ് ദ സെയിം ഷാൾ ബി സബ്മിറ്റഡ് ടു ഡാഷ്. അതായത് ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കണം പാർട്ട്ണർഷിപ്പിൻ്റെ ഫോർമേഷനായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അത് ഏത് സൊസൈറ്റിയാണോ ആ സൊസൈറ്റിയായി ബന്ധപ്പെട്ടിട്ടുള്ളത്. എന്നിട്ട് സബ്മിറ്റ് ചെയ്യണം. ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നാണ്. അപ്പോൾ ആർക്കാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? ജനറൽ ബോഡിയിൽ വെക്കണം കേട്ടോ. ആ ഒരു സൊസൈറ്റിയുടെ ജനറൽ ബോഡിയിൽ അതിൻ്റെ അപ്രൂവൽ വാങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം എന്നാണ് പറയണത്. അത് പുതിയൊരു പോയിൻ്റ് ആഡ് ചെയ്തതാണ്. ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് റിപ്പോർട്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് സച്ച് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഷാൾ ബി പ്രിപ്പയർഡ് ബൈ ദ സൊസൈറ്റീസ് കൺസേൺഡ് ആൻഡ് ദ സെയിം ഷാൾ ബി സബ്മിറ്റഡ് ടു ഡാഷ് ആസ് പെർ സെക്ഷൻ 14B 1A എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എവിടെയാണ് വെക്കേണ്ടത്? ജനറൽ ബോഡിയിൽ വെക്കണം. ഓഫ് സച്ച് സൊസൈറ്റി ഫോർ അപ്രൂവൽ. അടുത്തൊരു പോയിൻ്റ് പറയണത് ഏതാണെന്ന് നോക്കാം. അപ്പോൾ ഡീറ്റെയിൽഡ് പ്രോജക്റ്റ് 14B 1A കഴിഞ്ഞു കേട്ടോ. ഇനി 1B എന്താ പറയണത് നോക്കാം. 1B 14B തന്നെയാണ് 1B പറയണത്. ദ പ്രോജക്റ്റ് റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ ജനറൽ ബോഡി, അപ്രൂവ് ചെയ്തു, ഓഫ് ദ സൊസൈറ്റി ഷാൾ ബി സബ്മിറ്റഡ് ടു ദ ഡാഷ്. പിന്നെ ആർക്കാ സബ്മിറ്റ് ചെയ്യേണ്ടത്? ത്രൂ ദ രജിസ്ട്രാർ. രജിസ്ട്രാറിലൂടെ വേണം സബ്മിറ്റ് ചെയ്യാൻ. ഫോർ ദ അപ്രൂവൽ ഓഫ് ദ ഫോർമേഷൻ ഓഫ് സച്ച് പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം ജനറൽ ബോഡിയിൽ വെച്ചു. ആ സൊസൈറ്റിയുടെ കൺസേൺഡ് സൊസൈറ്റിയുടെ ജനറൽ ബോഡീസ് ഫോർ അപ്രൂവൽ വെച്ചു. അത് കഴിഞ്ഞത് പ്രോജക്റ്റ് റിപ്പോർട്ട് അപ്രൂവ്ഡ് ബൈ ദ ജനറൽ ബോഡീസ് ഓഫ് ദ സൊസൈറ്റി ഷാൾ ബി സബ്മിറ്റഡ് ടു ദ ഡാഷ് എന്ന് ചോദിച്ചാൽ ആർക്കാ സബ്മിറ്റ് ചെയ്യേണ്ടത്? ഗവൺമെൻറ്റിനാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. ത്രൂ ആരിലൂടെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്? രജിസ്ട്രാറിലൂടെ. ഫോർ ദ അപ്രൂവൽ ഓഫ് ദ ഫോർമേഷൻ ഓഫ് സച്ച് പാർട്ട്ണർഷിപ്പ്. അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സബ്മിറ്റ് ചെയ്യുന്നത് ഗവൺമെൻറ്റിന് അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതാണ് 14B 1B എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് ഇൻസേർട്ട് ചെയ്ത ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തത് 14B 1C ആണ് പറയണത്. 14B എന്ന് വെച്ചാൽ ഓർമ്മയുണ്ടല്ലോ, പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. അതിൽ 1C എന്നുമായിട്ട് പറയണത് ദ ഡാഷ് ഷോൾ കണ്ടക്ട് ഓഡിറ്റ്, ഇൻസ്പെക്ഷൻ ആൻഡ് വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ സച്ച് സൊസൈറ്റീസ്. അത്തരത്തിലുള്ള സൊസൈറ്റികളിൽ ആർക്കാണ് ഇതിനൊക്കെ അധികാരം എന്നാണ് ചോദിച്ചിട്ടുള്ളത്? രജിസ്ട്രാർക്കാണ് അധികാരം കേട്ടോ. അത് രജിസ്ട്രാർ ഷോൾ കണ്ടക്ട് ഓഡിറ്റും ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സും ഒക്കെ നടത്തുന്നത് ആരാണ്? രജിസ്ട്രാർ ആണെന്നാണ് പറയണത്. ഓക്കെ, അടുത്ത പോയിന്റിലേക്ക് പോവുകയാണെങ്കിൽ 14B 1D പറയുകയാണ് ഇൻ ദ കേസ് ഓഫ് റേസിംഗ് ഓഫ് ഫണ്ട് ഫോർ സച്ച് പാർട്ട്ണർഷിപ്പ് പ്രയർ സാങ്ഷൻ ഓഫ് ദ ഡാഷ്. ആരുടെ പ്രയർ സാങ്ഷൻ വേണം? ഷുഡ് ബി ഒബ്റ്റൈൻഡ് ബൈ ദ പാർട്ട്ണർഷിപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. റേസിംഗ് ഓഫ് ഫണ്ട് റേസ് ചെയ്യാൻ പാർട്ട്ണർഷിപ്പ്, ഈ തരത്തിലുള്ള പാർട്ട്ണർഷിപ്പിന് സാങ്ഷൻ ആരുടെ ലഭിക്കണം? ഗവൺമെൻറ്റിൻ്റെ ലഭിക്കണം എന്നാണ് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് റേസിംഗ് ഓഫ് ഫണ്ട്സ് ഫോർ സച്ച് പാർട്ട്ണർഷിപ്പ് പ്രയർ സാങ്ഷൻ, മുൻകൂർ സാങ്ഷൻ ലഭിക്കണം ഗവൺമെൻറ്റിൽ നിന്ന് എന്ന് പ്രത്യേകം ഓർമ്മിക്കാം. അപ്പോൾ രണ്ട് കേസിൽ ഗവൺമെൻറ് പറഞ്ഞു ആദ്യം ജനറൽ ബോഡിയിൽ വെക്കുക, അതിനുശേഷം ഗവൺമെൻറ്റിൻ്റെ അപ്രൂവൽ വാങ്ങിക്കുക,
പിന്നെന്താ രജിസ്ട്രാർക്കാണ് ഓഡിറ്റും ഇൻസ്പെക്ഷനും വെരിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സിനൊക്കെയുള്ള അധികാരമുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ വീണ്ടും റേസിംഗ് ഓഫ് ഫണ്ടുമായി ബന്ധപ്പെട്ട് പെർമിഷൻ ആരുടെയാണ്? ഗവൺമെൻറ്റിൻ്റെയാണെന്ന് ആലോചിക്കും. അപ്പോൾ അത്രയാണ് അത് പറയുന്നത്. പിന്നെ അടുത്ത ഭാഗം വന്നു കഴിഞ്ഞാൽ 15ലേക്ക് കടന്നു. 15 എന്താണ്? സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ് എന്ന് പറഞ്ഞ സെക്ഷനാണ് കേട്ടോ. സെക്ഷൻ 15 ക്യാൻസലേഷൻ ഓഫ് രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് ഓഫ് സൊസൈറ്റീസ് ഇൻ സർട്ടൻ കേസസ് എന്നാണ്. അപ്പോൾ അതിൽ 15ൽ 3 പോയിൻ്റാണ് പണ്ട് ഉണ്ടായിരുന്നത്, 4ആയിട്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. 4ാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ where one or more society are merged with one another society. അതായത് more society, one or more society merged with another society in accordance with the provisions as per section 14 പ്രകാരം. അതായത് അമാൽഗമേഷൻ, ഡിവിഷൻ, അതാണല്ലോ സെക്ഷൻ 14. അപ്പോൾ അത് പ്രകാരം മെർജ് ചെയ്യുമ്പോൾ രജിസ്ട്രേഷൻ ഓഫ് ഈച്ച് ഓഫ് ദ മെർജിങ് സൊസൈറ്റിക്ക് എന്താണ് സംഭവിക്കുക? രജിസ്ട്രേഷൻ ഓഫ് ഈച്ച് ഓഫ് ദ മെർജിങ് സൊസൈറ്റി എന്ത് സംഭവിക്കും? ഷാൾ സ്റ്റാൻഡ് ക്യാൻസൽഡ് ആൻഡ് ഷാൾ ബി ഡീംഡ് ടു ഹാവ് ബീൻ ഡിസോൾവ്ഡ് ആവും ആൻഡ് ഷാൾ സീസ് ടു എക്സിസ്റ്റ് ആസ് എ കോർപ്പറേറ്റ് ബോഡി എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് 15ൽ 4 പറയണത്. അത് കഴിഞ്ഞ് 15 അവിടെ അവസാനിച്ചു. 15 സബ്സെക്ഷൻ 4 ഉള്ളത്, 1, 2, 3, 4ാമത്തെ ആഡ് ചെയ്തു. അങ്ങനെ 15ൽ 4 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്നത് അടുത്ത ഒരു സെക്ഷനിലായിട്ടാണ് മാക്സിമം ഏജ് ലിമിറ്റ് ഫോർ മെമ്പർഷിപ്പ് ഇൻ യൂത്ത് കോപ്പറേറ്റീവ്സ്. മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് പറയുന്നത്. മെമ്പർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ട് യൂത്ത് കോപ്പറേറ്റീവ്സിൻ്റെ ഏജ് ബാർ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏജ് ബാർ എത്രയാണ്? ഏജ് ബാർ പറഞ്ഞിട്ടുള്ളത് 45 വയസ്സാണ് ഏജ് ബാർ പറയണത് കേട്ടോ. 45 വയസ്സാണ്. അതായത് സെക്ഷൻ 16 പേഴ്സൺസ് ഹൂ മേ ബിക്കം മെമ്പേഴ്സ് എന്ന് പറഞ്ഞ സെക്ഷനായിരുന്നു. അപ്പോൾ ഇതിൽ പുതിയൊരു സംഭവമാണ് എന്ത്? യൂത്ത് കോപ്പറേറ്റീവ്സ് എന്നത്. യൂത്ത് കോപ്പറേറ്റീവ്സിലെ ഏജ് ലിമിറ്റ് 45 വയസ്സാണ്. അത് പ്രത്യേകം ഓർത്തിരിക്കുക. പിന്നെ അതുമായി ബന്ധപ്പെട്ട വേറൊരു പോയിൻ്റ് പഠിക്കാനുള്ളത്, ഇത് 16 IA എന്ന് പറഞ്ഞിട്ടാണ് ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 16ൽ വേറൊരു അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഓൺ അറ്റൈനിങ് 45 ഇയേഴ്സ് അറ്റൈൻ ചെയ്തു. ദ മെമ്പർഷിപ്പ് ഓഫ് സച്ച് മെമ്പേഴ്സ് ഷാൾ സീസ് ടു എക്സിസ്റ്റ് ആൻഡ് ദേ ഷാൾ, പിന്നെ അവരെങ്ങനെയാണ് തുടരുക? ദേ ഷാൾ ബിക്കം ഡാഷ് ഓഫ് ദ സൊസൈറ്റി, അസോസിയേറ്റ് മെമ്പേഴ്സായിട്ട് തുടരും എന്നും ഓർത്ത് വയ്ക്കുക. 45 വയസ്സാണ് അവരുടെ മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ അവർ എന്താവും? അറ്റൈനിങ് 45 ഇയേഴ്സ് കഴിഞ്ഞാൽ അവർ അസോസിയേറ്റ് മെമ്പേഴ്സ് ആവും എന്നും കൂടി ഓർത്തിരിക്കുക. പിന്നെ അടുത്ത പോയിൻ്റ് വരികയാണെങ്കിൽ 18ലാണ് പിന്നെ പറയണത് കേട്ടോ. 18ലാണ് പിന്നെ മാറ്റം വന്നിട്ടുള്ളത്. 17ലൊന്നും മാറ്റം വന്നിട്ടില്ല. 18ലെ നോമിനൽ അസോസിയേറ്റ് മെമ്പറാണല്ലോ സെക്ഷൻ വരുന്നത്. അവിടെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അവിടെ എന്താ മാറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആസ് പെർ സെക്ഷൻ 18 സബ്സെക്ഷൻ 3, 18 സബ്സെക്ഷൻ 3ൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. 3 ഓൾറെഡി ഉള്ളതായിരുന്നു. ചെറിയൊരു വാക്ക് മാത്രമാണ് കൂട്ടിച്ചേർത്തിട്ടുള്ളത്. നോമിനൽ ഓർ അസോസിയേറ്റഡ് മെമ്പേഴ്സ് ഷാൾ ഹാവ് സച്ച് പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സ് ഓഫ് എ മെമ്പർ ആൻഡ് ബി എലിജിബിൾ ടു എൻജോയ് വാരിയസ് സർവീസസ്. ഈ വാരിയസ് സർവീസസ് ഇൻക്ലൂഡിങ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ്. ആദ്യം ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പുതിയ അമെൻമെൻറ്റ് പ്രകാരം ഈ നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സിന് എല്ലാ ക്രെഡിറ്റ് ഫെസിലിറ്റീസും മറ്റംഗങ്ങളുടെ പോലെ തന്നെ എൻജോയ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഇത് തീരുമാനിക്കുന്നതും എഴുതപ്പെടുന്നതും ഒക്കെ എവിടെയാണെന്ന് ശ്രദ്ധിക്കണം. ആസ് പെർ ദ ബൈലോസ് ഓഫ് ദ സൊസൈറ്റി ആണ് കേട്ടോ. അതായത് നോമിനൽ അസോസിയേറ്റ് മെമ്പേഴ്സിൻ്റെ എല്ലാ കാര്യങ്ങളും എവിടെ എഴുതപ്പെട്ടിട്ടുണ്ടാവും? ഓരോ സൊസൈറ്റിയുടെയും ബൈലോസ് ഓഫ് ദ സൊസൈറ്റിയിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. അതിനനുസരിച്ചിട്ടാണ് അവിടെ വർക്കിംഗ് നടക്കുന്നതെന്ന് ആലോചിച്ച് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത പോയിൻ്റ് ഏതാണെന്ന് വെച്ചാൽ പിന്നെ പോയിൻ്റ് വരുന്നത് 19ലാണ് വരുന്നത് കേട്ടോ. 19ലാണ് പിന്നെ വരുന്നത്. 19 ഏതാ? മെമ്പേഴ്സ് നോട്ട് ടു എക്സസൈസ് റൈറ്റ്സ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് മെയ്ഡ്. അതാണ് 19ാമത്തെ സെക്ഷൻ. മെമ്പേഴ്സ് നോട്ട് ടു എക്സസൈസ് റൈറ്റ്സ് ടിൽ ഡ്യൂ പേയ്മെൻറ്റ് ഡ്യൂ അതാണ് പേയ്മെൻറ്റ് മെയ്ഡ്. അതാണ് 19 വരുന്നത്. അപ്പോൾ 19ൽ ഒരു മാറ്റം വന്നിട്ടുണ്ട്. 19ൽ എന്താ മാറ്റം എന്ന് വെച്ചാൽ ഇഫ് ജനറൽ ബോഡി ഓഫ് എ സൊസൈറ്റി ഹാസ് ഡിസൈഡഡ് ടു എൻഹാൻസ് ദ ഷെയർ വാല്യൂ. ഒരു ജനറൽ ബോഡി അവരുടെ ഷെയർ വാല്യൂ ഉയർത്താൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ ദ റൈറ്റ് ഓഫ് എ മെമ്പർ ടു കണ്ടിന്യൂ ഇൻ മെമ്പർഷിപ്പ്. അപ്പോൾ അയാൾക്ക്
ഈ റൈറ്റ്, അതായത് മെമ്പർ ആകാനുള്ള ഈ റൈറ്റ് എത്ര കാലം നിലനിൽക്കുമെന്നാണ് പറയണത്, എത്ര വർഷം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 5 വർഷം പഴയ പോലെ തന്നെ നിലനിൽക്കും. ദ റൈറ്റ് ഓഫ് എ മെമ്പർ ടു കണ്ടിന്യൂ ഇൻ മെമ്പർഷിപ്പ് വിൽ റിമൈൻഡ് ഫോർ എ പീരിയഡ് ഓഫ് 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് എൻഹാൻസ്മെൻറ്റ് ഓഫ് വാല്യൂ ഓഫ് ഷെയർ എന്നാണ് പറയുന്നത്. 5 വർഷം പഴയ പോലെ തന്നെ, പഴയ ഒരു ഫോമിൽ തന്നെ. എപ്പോൾ ഇനി പുതിയ അയാളുടെ ബട്ട് ഷാൾ ബി അലൗഡ് ടു എക്സസൈസ് ഹിസ് റൈറ്റ്സ്. ഒരു മെമ്പർ എന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ റൈറ്റ്സൊക്കെ എക്സസൈസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? അപ്പോൺ റെമിറ്റിംഗ് ദ എൻഹാൻസ്ഡ് വാല്യൂ ഓഫ് ഷെയർസ്. അയാളുടെ കൂട്ടിയ തുക അടയ്ക്കാതെ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളുടെ റൈറ്റ്സ് ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല, അത് അടയ്ക്കുക തന്നെ വേണം കേട്ടോ. അപ്പോൾ ആ ഒരു വ്യത്യാസം മനസ്സിലാക്കി വയ്ക്കുക. 19(2) അങ്ങനത്തെ കാര്യം പറയണത്. ഓക്കെ, പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തത് നോക്കുകയാണെങ്കിൽ 19 തന്നെയാണ് കേട്ടോ. അവിടെ 19 തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ. 19 പുതിയൊരു കാര്യം, അതായത് റൈറ്റ്സ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 19B എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട് കേട്ടോ. 19B ഏതാണ്? 19B എന്താ പറയണത്? സെക്ഷൻ ഏതാണ്? റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ എന്നതാണ് 19B കേട്ടോ. അപ്പോൾ ഈ 19B, ഈ 25 നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, വേണമെങ്കിൽ കട്ട് ചെയ്യാം. അത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഒരു ഇതുപോലെ കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അത് നമ്പറാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വയ്ക്കണം. അത് കയറി പഠിക്കരുത് കേട്ടോ. പഠിക്കരുത്, അത് നമ്പറാണ് കേട്ടോ. ക്വസ്റ്റ്യൻ രൂപത്തിലായ കാരണം നമ്പർ ഇട്ടതാണ്. 19B സബ്സെക്ഷൻ G ആണ് ഇവിടെ അമെൻമെൻറ്റിൻ്റെ പറയണത്. അപ്പോൾ 19B സബ്സെക്ഷൻ G പ്രകാരം ജിയിൽ എന്താ പറയണമെന്ന്, ഒരു റൈറ്റ് ഓഫ് എ മെമ്പർ ടു ഗെറ്റ് ഇൻഫർമേഷൻ കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട് സെക്ഷൻ 19B പ്രകാരം. ഇത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മുടെ ക്ലാസ് ചാപ്റ്റർ 3 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ കാണാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കുക. അപ്പോൾ ചാപ്റ്റർ 3 നിങ്ങൾക്ക് ഒരു മാർക്ക് പോലും പോവില്ല, എല്ലാം കിട്ടും. ഓക്കെ, അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇൻസ്പെക്ഷന് റെഡിയാക്കി കൊടുക്കണം എന്ന് കുറച്ച് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെ എഫ് വരെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ G ആഡ് ചെയ്തിട്ടുണ്ട്, പുതുതായിട്ട് G ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സമ്മറി ഓഫ് ഡിഫെക്ട്സ്. സമ്മറി ഓഫ് ഡിഫെക്ട്സ് ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് പ്രകാരമുള്ള സമ്മറി ഓഫ് ഡിഫെക്ട്സും അതിൻ്റെ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ടും, കമ്മിറ്റി അപ്രൂവ് ചെയ്ത റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഉണ്ടാവുമല്ലോ, അതും ജനറൽ ബോഡിയിൽ വെക്കണം എന്നാണ്. ജനറൽ ബോഡി ആൻഡ് ദ ജനറൽ ബോഡി ഓഫ് ദ സൊസൈറ്റി, അങ്ങനെ വെച്ച സംഭവം കൂടി എന്ത് ചെയ്യണം? ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷന് കൊടുക്കണം. ഈ ഒരു മെമ്പറിന് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അതും കൂടി ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷന് വെക്കണം എന്നാണ് പറയണത്. സമ്മറി ഓഫ് ഡിഫെക്ട്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് റിപ്പോർട്ട് അലോങ് വിത്ത് ദ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഒന്ന് ഓർത്തിരിക്കുക. ആ ഭാഗമൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് പറയുന്നത് ആസ് പെർ സെക്ഷൻ 20 സബ്സെക്ഷൻ ഡിയിൽ എന്താ പറയുന്നത്? 20 വോട്ട് ഓഫ് മെമ്പേഴ്സാണ്. വോട്ട് ഓഫ് മെമ്പേഴ്സിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് എക്സ് ഒഫീഷ്യോ മെമ്പറുടെ കാര്യത്തിനാണ്. എക്സ് ഒഫീഷ്യോ മെമ്പർ ഓഫ് ദ കമ്മിറ്റി ഷോൾ ഹാവ് 1 വോട്ട് ഉണ്ട്, ബട്ട് ഷോൾ നോട്ട് ഹാവ് റൈറ്റ് ടു. അദ്ദേഹത്തിന് എവിടെ വോട്ടില്ല? എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഓഫീസ് ബിയറേഴ്സിൻ്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് വോട്ടില്ല. നോർമൽ ലെവലിൽ വോട്ടുണ്ട്, പക്ഷേ എലക്ഷൻ ആൻഡ് റിമൂവൽ ഓഫ് ഓഫീസ് ബിയറേഴ്സിൻ്റെ കാര്യത്തിൽ വോട്ടില്ല. പിന്നെ അദ്ദേഹത്തിന് ആ പദവികളൊന്നും വഹിക്കാനും കഴിയില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്നും ഓർത്തിരിക്കുക. പിന്നെ അടുത്തത് പറയണത് ആസ് പെർ സെക്ഷൻ 22 പ്രകാരം എന്താണ് പറയണത്? അപ്പോൾ എന്താണ് സെക്ഷൻ 22 എന്ന് നോക്കണം അല്ലേ. സെക്ഷൻ 22 എന്തുമായി ബന്ധപ്പെട്ടതാണ്? റെസ്ട്രിക്ഷൻ ഓൺ ഹോൾഡിംഗ് ഷെയർസുമായി ബന്ധപ്പെട്ടതാണ്. റെസ്ട്രിക്ഷൻ ഓഫ് ഹോൾഡിംഗ് ഷെയർസ് പറയാറുള്ളത് നോട്ട് എക്സീഡിങ് 1/5 ആണ് പറയാറുള്ളത് അല്ലേ. അപ്പോൾ അവിടെ ചെറിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുള്ളത് അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ കേസിലാണ്. മാക്സിമം എമൗണ്ട് ഓഫ് ഷെയർ ക്യാപിറ്റൽ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ മെമ്പർ ക്യാൻ ഹോൾഡ് ഇൻ ആൻ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, അത് റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ളത് കേട്ടോ. ലൈസൻസ് പ്രകാരം വർക്ക് ചെയ്യുന്നത് 5% ഓഫ് ദ വാല്യൂ ഓഫ് ടോട്ടൽ പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ ഓഫ് ദ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. 5% ആണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അതാണ് പുതിയൊരു പോയിൻ്റ് ആഡ് ചെയ്തിട്ടുള്ളത് സെക്ഷൻ 22 കേട്ടോ. പിന്നെ അടുത്തത് നോക്കുകയാണെങ്കിൽ അടുത്തത് സെക്ഷൻ 26 വന്നിട്ടുള്ളത്. പിന്നെ ഒരു അമെൻമെൻറ്റ് കടന്നു വന്നിട്ടുള്ളത്, ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള അമെൻമെൻറ്റ് കടന്നു വന്നിട്ടുള്ളത് എന്തിലാ?
സെക്ഷൻ 26ലാണ്. അപ്പോൾ എന്താ സെക്ഷൻ 26 എന്ന് വെച്ചാൽ ലയബിലിറ്റി ഓഫ് പാസ്റ്റ് മെമ്പർ ഓർ എൻ എസ്റ്റേറ്റ് ഓഫ് ഡിസീസ്ഡ് മെമ്പർ, അതാണ് പറയുന്നത്. അപ്പോൾ ഈ പാസ്റ്റ് മെമ്പറിൽ ലയബിലിറ്റി ആദ്യം പണ്ട് എത്രയായിരുന്നു, 2 വർഷമായിരുന്നു. അപ്പോൾ പാസ്റ്റ് മെമ്പറിൽ ലയബിലിറ്റി 3 വർഷമാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. പാസ്റ്റ് മെമ്പറിൽ ലയബിലിറ്റി എവിടെയാണ്, 3 വർഷമാക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ആ 3 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്, അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലിപ്പോൾ ഇത്രയും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി അമെൻമെൻറ്റ്സ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സായിട്ട് കാണാം കേട്ടോ. താങ്ക് യു.